നമശിവായ, നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ കർമ്മയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം 3. നമുക്ക് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് എന്താണെന്ന് നോക്കാം. അവിടെ ഭഗവാൻ തൻ്റെ കർമ്മങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് അർജുനനെ ഉപദേശിക്കുകയും അങ്ങനെ കർമ്മം ചെയ്യണമെന്ന് പറയുകയും കർമ്മോത്സുകനാക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനം ഭഗവാൻ പറഞ്ഞത് വിദ്വാനായ മനുഷ്യൻ കർമ്മങ്ങളിൽ ആസക്തരാകാതെ ആസക്തരായ അജ്ഞാനികളിൽ ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്. സ്വയം നിയത ബുദ്ധി കൈവരിച്ച് ആ യോഗത്തെ ആചരിച്ച് എല്ലാവർക്കും പ്രീതിയുള്ള കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും മാതൃകയാകണം എന്നും ആ മാതൃക കണ്ട് അന്യരായ ആളുകൾ ആ വഴി സ്വീകരിക്കാൻ ഹേതുവാകണം എന്നുമാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 27-28. 27. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. 28. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കുമ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആണ് സമസ്ത കർമ്മങ്ങളും ചെയ്യുന്നതിന് പ്രേരണയായി നിൽക്കുന്നത്. എന്നാൽ അഹങ്കാരത്താൽ മൂഢനായ മനുഷ്യൻ ഞാൻ ചെയ്യുന്നു എന്ന് കരുതുന്നു. അത് 27-ാം ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഇനി 28 നോക്കാം. എന്നാൽ ഹേ മഹാബാഹുവായ അർജുന, ഗുണവിഭാഗത്തിൻ്റെയും കർമ്മവിഭാഗത്തിൻ്റെയും തത്വങ്ങളെ അറിയുന്നവർ ഗുണങ്ങളാൽ കാര്യം നടക്കുന്നുവെന്ന് അറിഞ്ഞ് ആസക്തി വെടിയുന്നു. എങ്ങനെയാണ്? ഗുണവിഭാഗത്തിൻ്റെയും കർമ്മവിഭാഗത്തിൻ്റെയും തത്വങ്ങളെ അറിയുന്നവർ ഗുണങ്ങളാൽ കാര്യം നടക്കുന്നുവെന്ന് അറിഞ്ഞ് ആസക്തി വെടിയുന്നു. അങ്ങനെ അവൻ്റെ ആസക്തി ഇല്ലാതാകുന്നു. അതായത് മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും പ്രകൃതിക്ക് അധീനമാണ്. പ്രകൃതിയിലെ എല്ലാ പദാർത്ഥങ്ങളും സത്വ രജസ് തമോ ഗുണങ്ങൾക്ക് ആധാരമാണ്. ആ ഗുണങ്ങളോട് കൂടിയതാണ്. പദാർത്ഥങ്ങളുടെ രസത്തിനും വിരസത്തിനും കാരണം ഈ ഗുണങ്ങളാണ്. അതിനാൽ ഇവയുടെ ഭോഗങ്ങളിലുള്ള രുചിക്കും അരുചിക്കും ഈ ഗുണങ്ങളാണ് കാരണമെന്ന് നാം മനസ്സിലാക്കണം. മധുരം, കയ്പ്, നല്ലത്, ചീത്തേത് എന്നിവയെല്ലാം സത്വരജസ് തമോ ഗുണങ്ങൾ കാരണം ആണ് ഉണ്ടാകുന്നത്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളിലും സത്വരജസ് തമോ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. മനുഷ്യർ ഇതിനെ ഭോഗിക്കുന്നതും ത്യജിക്കുന്നതും ഇതേ കാരണം കൊണ്ടാണ്. അതിനാൽ രാഗ ദ്വേഷാദി കാരണങ്ങൾ പ്രകൃതിയിൽ പ്രേരിതമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്തിനാൽ പ്രേരിതമാണ്? ഈ സത്വരജസ് തമോ ഗുണങ്ങളാൽ പ്രേരിതമായിട്ടാണ് ഉണ്ടാകുന്നത്. ഈ അനുഭവം ഏവർക്കുമുണ്ട്. ബുദ്ധി പ്രയോഗിക്കാതെ ഈ ഗുണങ്ങളെ ഭോഗിക്കുന്നവരും ഭുജിക്കുന്നവരും ത്യജിക്കുന്നവരും ഇതിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാതിരിക്കുന്നവരും ഈ ഗുണങ്ങളിലാണ് ചെന്നുപെടുന്നത്. എന്നാൽ അക്കാര്യം മനസ്സിലാക്കാതെ ആത്മാവാണ് സ്വാമി എന്ന് തിരിച്ചറിയാതെ താനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കരുതുന്നവർ മൂഢന്മാരാണ്. എന്നാൽ വേദാത്മാക്കളെ ആ ഗുണങ്ങളെയും അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അതിനാൽ അവർ ആ ഗുണങ്ങളിൽ ആസക്തരാകുന്നില്ല.
അവർ ഗുണങ്ങളെ ഉണ്ടെങ്കിലും ഭോഗത്തിൽ വീഴുന്നില്ല, ഗുണങ്ങളുടെ രാഗങ്ങളിൽ പെടുന്നില്ല എന്നർത്ഥം. ഉദാഹരണത്തിന് വീടുണ്ടാക്കുന്നുവെന്ന് കരുതുക. വീട് നിർമ്മിക്കുവാൻ ആശാരി, കൽപ്പണിക്കാരൻ തുടങ്ങി നിരവധി പേരുടെ സഹായം വേണം, എന്നാൽ പ്രയത്നം വേണം. അതിനാൽ താനാണ് ഈ വീടിൻ്റെ കർത്താ അഹം എന്ന വിചാരം കേവലം മൂഢമാണെന്ന് ഭഗവാൻ അഭിപ്രായപ്പെടുന്നു. മനോഹരമായൊരു ഉദാഹരണമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പല പ്രഗത്ഭരായ ആൾക്കാർ, പല കൽപ്പനക്കാർ, ആശാരിമാർ, പെയിൻറ്റർമാർ, ആർക്കിടെക്റ്റ്, അങ്ങനെ പലരും ചേർന്ന് ഒരു വീടുണ്ടാക്കി കഴിയുമ്പോൾ കർത്താ അഹം, ഞാനാണ് എൻ്റെ വീട്ടിൻ്റെ കർത്താവെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.